എല്ലാവർക്കും നമസ്കാരം. ഏതൻ ജാതി പ്ലാന്റേഷൻ ആൻഡ് നഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ വിയറ്റ്നാം സൂപ്പർ എർലി ഇത്രയും കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഏറ്റവും ആദ്യമേ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവൻ തൈകൾ. അതായത് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കാലതാമസമില്ലാതെ തന്നെ കായ്ച്ചു തുടങ്ങുന്ന, അല്ലെങ്കിൽ നന്നായി പരിപാലിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ആദായം എടുക്കാവുന്നതുകൊണ്ടാണ് വിയറ്റ്നാം സൂപ്പർ എർലി പോലുള്ള പ്ലാവൻ തൈകൾ ആളുകൾ കൃഷി ചെയ്യുന്നത്. ഏക്കറിൽ നമുക്കൊരു 200-300ഓളം പ്ലാവൻ തൈകളൊക്കെ നമുക്ക് വെക്കാം. സ്ഥലത്തിൻ്റെ കടപ്പനുസരിച്ച് എണ്ണം കൂടുതൽ ഹൈ ഡെൻസിറ്റി ഫാമിങ് ചെയ്യാവുന്നതുള്ളതും ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഇപ്പോൾ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവൻ തൈകളുടെ കൃഷി ചെയ്ത് തുടങ്ങുമ്പോഴുള്ള പ്രാരംഭ ചെലവുകളും വളരെ കുറവാണ്. കാരണം ഒരു ഏക്കറിൽ കൃഷി ചെയ്യണമെങ്കിൽ ഒരു 300 തൈ കൃഷി ചെയ്താൽ പോലും ഒരു 24,000 രൂപ മാത്രമേ നടീൽ വസ്തുവിന് ചിലവാകുന്നുള്ളൂ. ബാക്കി ഒരു അത്രയും തൈകൾ വെക്കാനായിട്ടാണെങ്കിൽ പോലും ഒരു 10,000-40,000 രൂപയ്ക്കുള്ളിൽ തന്നെ ഒരാൾക്ക് ഇത് കൃഷി ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വെച്ച് കഴിഞ്ഞാൽ 1.5 വർഷം തൊട്ട് നമുക്കിതിൻ്റെ ആദായം എടുക്കാൻ സാധിക്കും. 1.5 വർഷത്തിൽ തന്നെ ഇതിൻ്റെ ആദ്യത്തെ വിളവിൽ തന്നെ ഇതിൻ്റെ മുടക്ക് മുതലെല്ലാം തന്നെ കിട്ടും. അതായത് ഒരു തൈക്കൊരു 100 രൂപ 120 രൂപ ചിലവായിരിക്കും നമുക്കിത് നടാനും എല്ലാം കൂടെ തൈക്ക് ഉൾപ്പെടെയുള്ള വില വരുന്നത്. അപ്പം കർഷകർക്ക് വളരെ ചെറിയ ചിലവിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി അല്ലെങ്കിൽ പ്ലാവൻ കൃഷികൾ. ഇതിന് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കർഷകരായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ പറമ്പിൽ കൊടിയിടുന്നത് പോലെ തന്നെയാണ് ഇപ്പം ആളുകൾ വിയറ്റ്നാം വെക്കുന്നത്. കാരണം കൊടിയിട്ട് കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 2 വർഷത്തിൽ തന്നെ ആദായം എടുക്കാം എന്നുള്ളത് കൊണ്ടായിരുന്നു അത് ആളുകൾ കർഷകർ കൂടുതലായിട്ട് കൊടി കൃഷിയൊക്കെ ചെയ്തത്. എന്ന് പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് ആദായം കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു കൃഷി പോലെയാണ് വിയറ്റ്നാം സൂപ്പർ എർലി കൃഷി ചെയ്യുന്നത്. ഇപ്പം വിയറ്റ്നാമിൻ്റെ ചക്കയ്ക്കും അതുപോലെ തന്നെ ഇടിഞ്ചക്ക, പഴുത്ത ചക്ക, ഇങ്ങനെയുള്ള വിവിധ ചക്ക രീതിയിലാണ് ചക്ക വിൽക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ഇടിഞ്ചക്കയാണ് വിയറ്റ്നാം സൂപ്പർ എർലി ഏറ്റവും മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വിളവെന്ന് പറയുന്നത്. ഇടിഞ്ചക്ക പരുവത്തിൽ നമ്മൾ എടുക്കുകയും അതിൻ്റെ അകത്തുനിന്ന് ഒരു 60% ഇടിഞ്ചക്കയായിട്ട് തന്നെ എടുക്കുന്നതാണ് കർഷകർക്ക് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇടിഞ്ചക്കയ്ക്ക് മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. അന്വേഷിച്ചെങ്ങും പോകണ്ട, നമ്മുടെ തോട്ടത്തിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് തോട്ടത്തിൽ തന്നെ വന്നെടുക്കുന്ന ആളുകൾ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ കോട്ടയം ജില്ലയിലൊക്കെ വിയറ്റ്നാമിന് അല്ലെങ്കിൽ ചക്ക കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ്. കാരണം ഡെയിലി ടണ്ണ് കണക്കിന് ചക്ക ആണ് അന്യസംസ്ഥാനത്തോട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കയറിപ്പോകുന്നത്. കേരളത്തിനൊരു അഭിമാനകരമായ ഒരു കൃഷി രീതിയായിട്ടാണ് ഇപ്പം വിയറ്റ്നാം കടന്ന് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന് അന്യസംസ്ഥാനത്തോട്ട് കയറ്റി വിടാൻ മാത്രം ക്വാണ്ടിറ്റിയിലുള്ള ചക്കകൾ ഇന്ന് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി അളവ് കൂടിയാലും വിലയ്ക്ക് വലിയ ഡിഫറൻസ് ഒന്നും വരാനായിട്ട് പോകുന്നില്ല. കാരണം ഇതിൻ്റെ ആവശ്യകത അത്രയ്ക്കുണ്ട്. മറ്റുള്ള നാട്ടുകളിൽ ചക്കയ്ക്ക് അത്ര കായ്ക്കാൻ അത്ര കാലാവസ്ഥ അല്ലാത്തതും അതിനൊരു അനുയോജ്യമായ കാര്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ കൊണ്ടുപോകുന്നൊരു പരുവത്തിലുള്ള ഒരു തൈകളാണ് ഇതൊക്കെ. ഇതൊരു 1.5 അടിയോളം പൊക്കമുണ്ട്. ഈ തൈകൾക്ക് നമ്മൾ ഇവിടെ 80 രൂപയാണ് ഈടാക്കുന്നത്. ഇങ്ങനെയുള്ള തൈകൾ വെച്ച് കഴിഞ്ഞാൽ 1.5 വർഷം കൊണ്ട് തട്ടെ ചക്കയാവും. ഇപ്പം ശരിക്കും ഇതിൻ്റെ അകത്ത് പോലും പലയിടത്തും ചൊട്ട പിടിച്ചുകൊണ്ട് നമ്മൾ പെറുക്കിയെടുത്ത് വരുമ്പോഴത്തേക്കിന് കാണാറുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ എപ്പോഴും പറയാറുണ്ട്, എടുത്ത് വരുമ്പോൾ ഒരു 5-6 പ്ലാവിൽ തന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചൊട്ട പിടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളാണെങ്കിൽ യാതൊരുവിധ വളങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്തോട്ട് ഇടാറില്ല. ഒത്തിരി രാസവളങ്ങളൊന്നും കവറിൽ ഇടാറില്ല. കാരണം അതിനുള്ള ഒരിതില്ല. ചെറിയ തൈകളാണ്. ഈ തൈകൾ വെച്ചാൽ തന്നെ കർഷകർക്ക് വരുമാനമാണ്. അപ്പം നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വന്നിരിക്കുന്ന ഒരു വീഡിയോ, ഒരു പ്ലാവ് ഒരു 10-14 മാസമായപ്പം തന്നെ 10-50ഓളം ചക്ക തന്നൊരു പ്ലാവിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഇതിനേക്കാളും ചെറിയ പരുവത്തിൽ നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒരു തൈയാണ്. ഈ വർഷവും അതിൽ വീണ്ടും പിടിച്ചിട്ടുണ്ട്. ആ കൂടെ ഒരു
20 മാസം മാത്രമേ പ്രായമുള്ളൂ. ഇപ്പം ഓൾറെഡി ആയിത്തീർന്നൊരു 100ഓളം ചക്കകൾ അവർ പറിച്ചെടുത്തു. അപ്പം കൊമേഴ്ഷ്യലായിട്ട് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി. പിന്നെ കർഷകരോട് പറയാനുള്ള ഒരു കാരണം, വിയറ്റ്നാം സൂപ്പർ എയർലി കൃഷി ചെയ്യുന്ന കർഷകർ എപ്പോഴും അവരൊരു 80% വിയറ്റ്നാം സൂപ്പർ എയർലി കൃഷി ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഏറ്റവും നല്ല വെറൈറ്റികളായിട്ടുള്ള ഈ J33യും അതുപോലെ സിന്ദൂര, ഡെങ്സൂര്യ ഒക്കെ ഒരു 20% മിക്സഡായിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം J33യുടെ ഒക്കെ ചക്ക വളരെ നല്ലതാണ്. ഡെങ്സൂര്യയും സിന്ദൂരയും ഒക്കെ ചുമന്ന ചുളയുള്ള നല്ല വെറൈറ്റി പ്ലാവിൻ തൈകളാണ്. അപ്പം ഇങ്ങനെയുള്ള പ്ലാവിൻ തൈകളെല്ലാം നമ്മൾ മിക്സഡായിട്ട് ഒരു 10% 20% നിങ്ങളുടെ ഫാമിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരുമാനം കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാകും. കാരണം വിയറ്റ്നാമിൻ്റെ J33 സിന്ദൂരയൊക്കെ വിയറ്റ്നാമിനെ അപേക്ഷിച്ച് വലിയ ചക്കകളും രുചിയുള്ള ചക്കകളും, അല്ലെങ്കിൽ സിന്ദൂരയും ഡെങ്സൂരിയൊക്കെ കാണാൻ ഭംഗിയുള്ള അല്ലെങ്കിൽ ചുമന്ന ചുളയുള്ള ചക്കകളും നമുക്ക് ലഭിക്കുന്ന ഇനങ്ങളാണ്. അപ്പം അതിന് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ മൂല്യം, കൂടുതൽ വില കർഷകർക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അത് ഒരു സ്ഥലത്തായിട്ട് തന്നെ നിങ്ങൾ കൃഷി ചെയ്യുക. ഇപ്പം വിയറ്റ്നാമിൻ്റെ തോട്ടത്തിൽ ഒരു ലെയർ, ഒരു പന്തി നിങ്ങൾ J33യോ, ഒരു ലെയർ സിന്ദൂരയോ, അല്ലെങ്കിൽ ഡെങ്സൂരിയോ, അല്ലെങ്കിൽ സിയോൺ, മുട്ടം വരിക്ക, പിന്നെ ഗംലസ്, ഇങ്ങനെയുള്ള വെറൈറ്റികൾ ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ പിന്നീട് ചക്കയുടെ വിവിധ വെറൈറ്റികൾക്കുള്ള മൂല്യത്തിനും വ്യത്യാസമുണ്ട്. ഇപ്പം സിന്ദൂര ചക്ക അല്ല ചുമന്ന ചുളയുള്ള ചക്കയ്ക്കൊക്കെ കിലോയ്ക്ക് 80 രൂപ വരെ വില വരുന്നുണ്ട്. അപ്പം അത് തന്നെയല്ല, അത് വലിയ ചക്കയായിരിക്കും. ഒരു ചക്ക തന്നെ ഏകദേശം ഒരു 25-30 കിലോ ഒക്കെ വരുന്ന രീതിയിൽ എബോവ് 20 കിലോയിൽ കൂടുതൽ എപ്പോഴും കാണുന്ന വെറൈറ്റിയാണ് ഈ സിന്ദൂരയൊക്കെ. അപ്പം അങ്ങനെയുള്ള പ്ലാവുകൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചക്ക തന്നെ ഏകദേശം ഒരു 1600 രൂപയോളം വില ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് പോകുന്നത്. എന്നാൽ സിന്ദൂരയൊന്നും അങ്ങനെ അധികം ആളുകളും കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു കാരണവും വിയറ്റ്നാം പോലെ 1.5 വർഷം കൊണ്ട് അത് കായ്ക്കത്തില്ല. 3-4 വർഷം എന്താണെങ്കിലും എടുക്കും മിനിമം കായ്ക്കാൻ. കാരണം അത് മരം ഒന്ന് മെച്ചൂർഡായതിനു ശേഷം മാത്രം കായ്ക്കുന്നതും, വിയറ്റ്നാം കായ്ക്കുന്ന ഒരു പ്ലാവിൻ തൈ എന്ന രീതിയിലുമാണ് അതിൻ്റെ രണ്ടിൻ്റെയും ഗുണനിലവാരം. അതായത് വിയറ്റ്നാം വെക്കുമ്പം തൊട്ട് അല്ലെങ്കിൽ ബഡ് ചെയ്ത് ഒരു 40 ദിവസം തൊട്ട് തന്നെ ചൊട്ട പൊട്ടാൻ തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം. എന്നാൽ സിന്ദൂരയോ അല്ലെങ്കിൽ മറ്റിനം പ്ലാവുകൾക്കൊന്നും ആ ഒരു ഗുണം നമ്മൾ കാണുന്നില്ല. അതെല്ലാം മരം ഒന്ന് മെച്യൂർ ആയതിന് ശേഷം മാത്രമാണ് അവർ കായ്ക്കുന്നത്. അപ്പം മരം ആ സമയത്താകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മെച്യൂർഡായ മരത്തിൽ നിന്നായിരിക്കും നമുക്ക് കായ്കൾ കിട്ടുന്നത്. അപ്പം ഒരു 3.5-4 വർഷം മിനിമം എടുക്കും. 5-6 വർഷം പോയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കർഷകർ പ്ലാവ് കൃഷി ചെയ്യുമ്പോൾ വിയറ്റ്നാമിനെ തന്നെ കൂടുതൽ ആശ്രയിക്കുന്നത്. മറ്റിനങ്ങളെക്കാളും പ്രത്യേകത അല്ലെങ്കിൽ മറ്റിനങ്ങളെക്കാളും എളുപ്പത്തിൽ ആദായം ലഭിക്കുന്ന ഒരു വെറൈറ്റികളാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി. പിന്നെ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ കൂട്ടത്തിൽ പ്ലാവ് കൃഷി ചെയ്യുന്ന 1 ഏക്കറോ 2 ഏക്കറോ ഒക്കെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നവർ അതിൻ്റെ കൂട്ടത്തിൽ സമ്മിശ്രമായിട്ടൊന്ന് ആട് വളർത്തുകയും കൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതൊരു അഡീഷണൽ വരുമാനമായി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോയിട്ടുള്ള വലിയ തോട്ടങ്ങൾ ചെയ്തിട്ടുള്ള കർഷകരെല്ലാം അവരുടെ തോട്ടത്തിൽ എപ്പോഴും ഒരു പെയറെങ്കിലും മിനിമം ആടിനെ നിർത്താറുണ്ട്. അതും ഒരു അഡീഷണൽ വരുമാനം വരുന്ന രീതിയിലാണ്. കാരണം തീറ്റ ചെലവിന് വേറെ എങ്ങും പോകേണ്ട കാര്യം വരത്തില്ല. നമ്മുടെ തോട്ടത്തിൽ തന്നെ അതിനുള്ള തീറ്റകളും ആടിനുള്ള തീറ്റകളും ലഭിക്കുന്നതാണ്. അപ്പം വിയറ്റ്നാം സൂപ്പർ എയർലി കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10%, 20% മറ്റുള്ള വെറൈറ്റികളും കൂടെ കൂടുതൽ ചെയ്താൽ ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡീഷണൽ നല്ല വരുമാനം കൂടെ കൂടുതൽ ലഭിക്കും. വിയറ്റ്നാം സൂപ്പർ എയർലി ചക്കേനേക്കാളും കൂടുതൽ ക്വാളിറ്റിയുള്ള വലിപ്പമുള്ള ചക്കകൾ നമുക്ക് മറ്റുള്ള ഇനങ്ങളിൽ കിട്ടും. നമ്മുടെ നേഴ്സറി പ്രത്യേകത, നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന വെറൈറ്റികളെല്ലാം 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതായത് വിയറ്റ്നാം സൂപ്പർ എയർലിക്ക് 80 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ സിന്ദൂര പ്ലാവിനും 80 രൂപയാണ്. J33ക്കും 80 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെങ്സൂര്യ ഇനങ്ങൾ 80 രൂപയാണ്. നമ്മുടെ പല സ്ഥലത്താണ് ഇങ്ങനെ പ്ലാവിൻ തൈകൾ വെച്ചിരിക്കുന്നത്. ഇപ്പം ഇത് കാണുന്നത് നമ്മൾ സാഫ് അടിച്ചതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചെടികൾക്കെല്ലാം മഴയാകുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ സാഫ് അടിക്കാറുണ്ട്. സാഫ് അടിച്ചതാണ് ഈ ഇലയിൽ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രതിരോധ മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിച്ച തൈകളാണ്. ഒരു 80 രൂപയാണ്. നമ്മുടെ ഇവിടുന്ന് ഏത് പ്ലാവ് ഇനങ്ങൾ എടുത്താലും അതിൻ്റെ മുകളിലോട്ട് വിലയുള്ള പ്ലാവിൻ തൈകൾ നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആകാറില്ല. എപ്പോഴും 80 രൂപയ്ക്കാണ് നമ്മുടെ പ്ലാവിൻ തൈകൾ നമുക്ക് ലഭിക്കാറ്. ഒരു 1.5 അടി പൊക്കം വരെയാണ് പ്ലാവുകളുടെ വലിപ്പം വരുന്നത്. 1 അടി തൊട്ട് 1.5 അടി പൊക്കം വരെയുള്ള പ്ലാവുകളാണ്, തൈകളാണ് നമ്മളിവിടെ
വിൽക്കുന്നത്. അപ്പം കർഷകർക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് വിയറ്റ്നാം സൂപ്പർ എർലി. നട്ട് 1.5 വർഷം കൊണ്ട് തന്നെ ആദായം ലഭിക്കുന്ന വേറെ പ്ലാവ് ഇനങ്ങളൊന്നും ഇന്ന് നമുക്ക് അവൈലബിൾ അല്ല. ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. എന്നാൽ ക്വാളിറ്റിയുള്ള മറ്റിനം ഉള്ള ചക്കകളും തോട്ടത്തിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെട്ടത് വിയറ്റ്നാം സൂപ്പർ എർലി ഫാമിങ്ങിനെ പറ്റിയിട്ടാണ്. ഇതൊരു 8 അടി തൊട്ട് 10 അടി 12 അടി അകലം വരെ നമുക്ക് തോട്ടത്തിൽ കൃഷി ചെയ്യാം. അകലങ്ങളൊക്കെ നമ്മുടെ മാനദണ്ഡം അനുസരിച്ചാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് വിയറ്റ്നാം സൂപ്പർ എർലി വെക്കുമ്പോൾ ശിഖരങ്ങൾ കോർത്ത് ഇടിക്കാറില്ല. എന്നാൽ മറ്റുള്ള ഇനങ്ങൾ വെക്കുമ്പോൾ ഒരു 15 അടിയെങ്കിലും 20 അടിയെങ്കിലും ഒക്കെ മിനിമം ഇടുന്നത് നല്ലതായിരിക്കും. 15 അടി അകലത്തിലൊക്കെ വെക്കുന്നതാണ് നല്ലത്. അതൊക്കെ മരങ്ങളായിട്ട് വരുന്ന രീതിയിലാണ് പോകുന്നത്. പ്രൂൺ ചെയ്യാതിരിക്കുന്നതാണ് അങ്ങനെയുള്ള ഇനങ്ങൾക്കും നല്ലത്. പക്ഷേ വിയറ്റ്നാം സൂപ്പർ എർലി നമുക്ക് മുകളിൽ നിന്നൊക്കെ പ്രൂൺ ചെയ്ത് വിട്ടാലും കുഴപ്പമില്ല. പിന്നെ മുകളിലോട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ മുകളിലോട്ട് പ്രൂൺ ചെയ്യാതിരിക്കുന്നതുമാണ് നല്ലത്. കാരണം മുകളിലോട്ട് വളരും തോറും അവിടെ എല്ലാം ചക്ക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആദായം കൂടുതൽ കിട്ടുന്നത് പ്രൂണിങ് ഇല്ലാതെ തന്നെ ചെയ്യുമ്പോഴാണ്. അപ്പം കൃഷി ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പം കൃഷി ചെയ്യാൻ പറ്റിയ കേരളത്തിൽ പെട്ടെന്ന് വരുമാനം ലഭിക്കുന്ന ഒരു വിളവ് തന്നെയാണ് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ് കൃഷികൾ. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യത്തെ തുടക്കത്തിൽ വളരെ ചുരുങ്ങിയ ചിലവ് മതി ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ആളുകൾ കണ്ടമാനം വരുന്നുണ്ട്. പെട്ടെന്ന് ആദായം റിട്ടേൺ തിരിച്ച് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ കൂടുതൽ സമീപിക്കുന്ന ഒരു കൃഷിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി.